വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മന്തി റൈസും ഒരു ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ 3 കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലൻ്റെ പൗഡറും, 5 മാഗി ക്യൂബും ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബസ്മതിൻ്റെ റൈസ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. നമുക്ക് ഒരു ചിക്കൻ ഓരോന്നായിട്ട് അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അടുക്കി വെക്കാം. അപ്പോൾ ഏതാ ഉണ്ടാക്കുന്ന വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അടുക്കി വെക്കാം. മൊത്തത്തിലെല്ലാം ഇവിടെ ഞാനത് നിരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ ക്യൂബിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ക്ലിയർ കുറവുണ്ട്, ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ഇതിലേക്ക് കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് കുരുമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാം. അതിലേക്കുണ്ട് പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ടു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രൈ ലെമൺ ഉണ്ട്, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഊറ്റിയെടുക്കുകയാണ് റൈസ്. ഊറ്റിയെടുത്ത റൈസ് നമ്മൾ ആ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ്. മൊത്തത്തിൽ എല്ലാ റൈസും ഇട്ട് കൊടുക്കുക. കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. റൈസിനൊരു ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് അതിലിട്ടിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു സ്മോക്കിങ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറോളം അങ്ങനെ ദമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എടുത്ത റൈസാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റൈസ്. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ചെറുപയർ പരിപ്പ് ഒന്ന് വറുക്കണം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നല്ലൊന്ന് വറുത്തെടുക്കണം. പിന്നെ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുക്കറിലും ആണെങ്കിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഞങ്ങൾ ഇതിൽ തന്നെയാണ് വേവിച്ചത്. കുക്കറിലും ആണെങ്കിൽ 2 വിസിൽ വെച്ചിട്ട് എടുത്താലും നമുക്ക് പെട്ടെന്നായി കിട്ടും. അപ്പോൾ അത് വറുത്ത ശേഷമേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അത് വെന്ത ശേഷം പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലല്ല, പശുവും പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ദേശമൊക്കെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും പശുവും പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ശർക്കര അവിടെ ഞാൻ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ നേരത്തെ വറുത്തച്ച റൈസിൻസും കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.